ഹലോ കേസ് വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത് വളരെയധികം സന്തോഷമാവുന്നൊരു അപ്ഡേറ്റുമായിട്ടാണ്. അപ്പം മച്ചാന്മാരെ നമ്മൾ FFലേക്ക് 100% കൺഫേം ആയും കൊണ്ട് നമ്മളെ പോക്കർ MB40 റിട്ടേൺ വരാൻ പോകണം. അത് നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റിട്ടേൺ വരാൻ പോകുന്ന ഡേറ്റും കാലമൊക്കെ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മറ്റൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് നോക്കുകയാണ് അതിൻ്റെ ലീക്ക്ഡ് ആയ വീഡിയോ കിട്ടുന്നുണ്ട് ഒഫീഷ്യൽ സൈഡിൽ നിന്ന് തന്നെ. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ കൂടി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ന്യൂ ആയിട്ട് വരുന്ന മാപ്പിനെ കുറിച്ച് കുറച്ച് അപ്ഡേറ്റ് കൂടി നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ FFലേക്ക് നെക്സ്റ്റ് വരും ദിവസങ്ങളിൽ തന്നെ ഫ്രീ ആയിട്ട് കുറേ അധികം ഇവൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഫ്രീ റിവാർഡ്സ് ആയിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് കിട്ടാൻ പോകുന്നത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ FFലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന യൂണിവേഴ്സ് വെപ്പൺ റിംഗ് ഇവന്റ്. അപ്പോൾ അത് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതിലേതൊക്കെ ഗണ്ണുകളുണ്ട്, അപ്പോൾ ആ റിംഗ് ഇവന്റിനെ കുറിച്ച് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് വരാൻ പോകുന്ന മോക്കോ സ്റ്റോർ ഇവന്റും 100% കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ടും ഒരു ഇവന്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടുഡേ നൈറ്റ് അപ്ഡേറ്റും പറയാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോന്ന് പിക്കുള്ള ടോപ്പ് പല കമൻറ്റുകൾക്ക് ആൻസർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ കഴിഞ്ഞ വീഡിയോന്ന് പിക്കുള്ള കമൻറ്റുകളാണ് നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കമൻറ്റുകൾക്കൊക്കെ നമ്മൾ വീഡിയോൻ്റെ അവസാനമായിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും അപ്ഡേറ്റിനെ കുറിച്ച് അറിയുന്നുണ്ട്, ഈ കമൻറ്റിൽ പറഞ്ഞാൽ ഏതെങ്കിലും കാര്യത്തിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാൻ നോക്കുക. അപ്പോൾ അതിലെ ആൻസറാണ് വീഡിയോൻ്റെ അവസാനമായിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ അധികം അപ്ഡേറ്റ് നോക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും അറിയേണ്ട ഗീസ് നമ്മൾ ഇന്നത്തെ ഉള്ളിൽ റെഡീം കോഡ് ഉണ്ടോ എന്ന് ആക്കാറോ. ഓക്കെ, അപ്പോൾ എന്തായാലും റെഡീം കോഡ് ഉണ്ട്. അപ്പോൾ എത്ര റെഡീം കോഡാന്ന് വെച്ചാൽ നമ്മളെ ലൈക്ക് ടാർഗറ്റിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 300 ലൈക്കോളം കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഡിലേ ആയിട്ടുണ്ട്, വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 1K ഒക്കെ എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റെഡീം കോഡ് ഉണ്ട്. അപ്പോൾ എത്ര റെഡീം കോഡ് എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെഡീം കോഡായിട്ട് 1 അല്ല 2 അല്ല 3 അല്ല 4 കോഡാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ സപ്പോർട്ടും കാലമൊക്കെ ചെയ്യുകയാണെങ്കിൽ റെഡീം കോഡ് എണ്ണം കൂടും, അതുപോലെ എമൗണ്ടും കൂടും. എല്ലാ ദിവസവും റെഡീം കോഡ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുവഴിയും കുറേ ലൈക്ക് വരാൻ ചാൻസ് ഉണ്ട്. ടാർഗറ്റ് എന്നും കംപ്ലീറ്റ് ആണെങ്കിൽ എന്നും നമുക്ക് ഡെയിലി റെഡീം കോഡ് കൊടുക്കാൻ പറ്റും. നമ്മൾ 2 ചാനൽ വഴി. അപ്പോൾ 2 ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പറ്റുന്നൊരു ഹൈപ്പ് ബട്ടനോട് കൊടുക്കുക. ലൈക്ക് ബട്ടൺ നിൽക്കുന്ന ടൈമിൽ ഹൈപ്പ് ബട്ടനോട് ഷോ ആകുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കൊടുക്കുക. നമുക്ക് ചാനൽ ഒരു സപ്പോർട്ടായിട്ട് മാറും. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയിലൂടെ റെഡീം കോഡ് ഇതേപോലെ റെഡീം കോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊരു 750 ലൈക്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അതിന് വീഡിയോ വരിക. ഓക്കെ, അപ്പോൾ നാളെ ഉണ്ടാവില്ല, മറ്റന്നാളൊക്കെ വീഡിയോ വരിക. അപ്പോൾ അതോടെ തന്നെ ആ ടൈം ആകുമ്പോഴത്തേക്ക് ഒരു 750 ലൈക്ക് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ലൈക്ക് വന്നെങ്കിൽ മാത്രമേ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ റെഡീം കോഡ് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ഇന്ന് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്ന ഇവൻറ്റിലേക്ക് തന്നെ പോവാം. അപ്പം നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ FFലേക്ക് ഈ മന്ത് നമ്മൾ ആഗസ്റ്റ് മന്ത് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ FFലേക്ക് ഈ മന്ത് തന്നെ നമ്മൾ പോക്കർ MB40 ആൻഡ് ഫാമിലി റിന്യൂവലോടെ വരാൻ പോവാണ്. അപ്പോൾ ഈ മന്ത് അറിയുമ്പോൾ ഇനി കുറേ ദിവസം ഉണ്ടല്ലോ. അപ്പോൾ ഏത് തീയതി എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ വീഡിയോ പറഞ്ഞല്ലോ ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് നാളെ സാങ്കേതികമായിട്ട് നാളെ ഈ 12-ാം തീയതി നാളെ തന്നെ റിന്യൂവൻ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിന്ന് നേരം വെളുക്കാൻ കാലം 4 മണി AM ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ടൈമിലായിട്ട് ലോഞ്ച് ചെയ്യാനാണ് ഹൈലി ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ അത് തന്നെ വരാൻ പോകുന്നു ഒരു യൂണിവേഴ്സ് റിന്യൂവലിലൂടെ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാകും തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ റോയൽ ഫ്ലാഷ് ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ യെല്ലോ പോക്കർ, ഇപ്പോൾ യെല്ലോ പോക്കർ കിഡില്ല കേട്ടോ. അത് തന്നെ റോയൽ ഫ്ലാഷും കിഡിലും തന്നെയാണ്. നെക്സ്റ്റ് അവിടെ റെഡ് പോക്കർ MB40 ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഗ്രീൻ ഉണ്ട്. ഗ്രീനും നല്ലൊരു സ്കിൻ തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് യൂണിവേഴ്സ് ടോക്കൺ ആവുകൊണ്ട് തന്നെ നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ആട്ടോ. അപ്പോൾ അതിന് എത്ര ടോക്കൺസിന് ഇതിൽ ഐറ്റംസ് എടുക്കാൻ പറ്റുന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കിട്ടില്ല എങ്കിൽ പോലും ഒരു 10-300 ടോക്കൺസിൻ്റെ ഉള്ളിൽ തന്നെ 10-300 യൂണിവേഴ്സ് ടോക്കണിൻ്റെ ഉള്ളിൽ തന്നെ മെയിൻ ഗൺ തന്നെ എക്സ്ചേഞ്ച് എടുക്കാൻ പറ്റും എന്നൊക്കെയാണ് റൂമറായിട്ട് വന്നിട്ടുള്ളത്. എന്തൊക്കെ സംഭവിക്കാൻ പോകും നമുക്ക് നാളെ നോക്കാം കേട്ടോ. നാളെ എന്തായാലും ഇവൻറ്റ് ലോഞ്ച് ആവട്ടെ, നമുക്ക് അതിന് ശേഷം നോക്കാം. എന്തായാലും
അപ്പോൾ 300 ടോക്കൺ നമ്മൾ യെല്ലോ ടോക്കണൊക്കെ ഒരു 300 ടോക്കൺ വെച്ചുകൊണ്ട് നമുക്ക് എക്സ്ചേഞ്ച് എടുക്കാൻ പറ്റാൻ തന്നെ നമുക്ക് ലക്കന്നെ അയക്കാറ് കേട്ടോ, വെറുത്തന്നെ അയക്കാരം. എന്തെന്ന് വെച്ചാൽ ഓൾഡ് ടൈമിലൊക്കെ ഇതിനൊക്കെ വേണ്ടി 1000 10,000 ഡയമണ്ട് പൊട്ടിച്ച ആൾക്കാർ വരണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ നടക്കാൻ പോകുന്നു നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യുക. വരും മണിക്കൂർ തന്നെ കാര്യങ്ങൾ തീരുമാനമാവും. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് ഇങ്ങനെ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഇൻഡിപെൻഡൻസ് ഡേ ഇവൻ്റെ ഭാഗമായുള്ളൊരു ചെറിയൊരു മിനി ഇവൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ മിഷൻസ് ഉണ്ട്. ലോഗിൻ ചെയ്യുക, ആ ടൈമിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ സംഭവം കിട്ടും. നെക്സ്റ്റ് ആയിട്ട് BR മാച്ച് പ്ലേ ചെയ്യുക. BR CS ലോൺ ഉൾഫ് എന്തെങ്കിലും ചെയ്താൽ മതി, ഏതെങ്കിലും പ്ലേ ചെയ്താൽ മതി. 2 വട്ടം ആ ടൈമിൽ വീണ്ടും ഗിഫ്റ്റ് ബോക്സ്. നെക്സ്റ്റ് ആയിട്ട് ട്രാവൽ 5000 മീറ്റർ. അതുപോലെ തന്നെ ഹെൽപ്പ് അപ്പ് ചെയ്യുക, നമ്മൾ ടീമേറ്റിന് ഹെൽപ്പ് അപ്പ് ചെയ്യുക. നോക്കാക്കി എടുക്കുന്ന ടൈമിൽ റിവൈവ് ചെയ്യുക. അതുപോലെ തന്നെ വെൻഡി മെഷീനിൽ പോയി റിവൈവ് ചെയ്യുക. അതുപോലെ തന്നെ ബൂയി അടിക്കുക. ഓക്കെ, ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ 1 ടൈമാണ് തോന്നുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ടോക്കൺസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ടോക്കൺസ് കളക്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ കയ്യിൽ ടോട്ടലായിട്ട് 18 ടോക്കൺ ആവുന്ന ടൈമിൽ നമുക്ക് ഇവിടുന്ന് ഇമോട്ടും മറ്റുള്ള റിവാർഡ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഗ്രാൻഡ് പ്രൈസ് ആയിട്ടാണ് ഇമോട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ എടുക്കാൻ നോക്കുക. അപ്പോൾ അതുപോലെ ഇന്ന് നമുക്ക് റെമസ്റ്റൂറിൻ്റെ ഒരു ഇവൻറ്റ് കൂടി വന്നിട്ടുണ്ട്. ചെറിയ ഇവൻ്റ് ആണ്. അപ്പോൾ ഇതിൽ മിഷൻ നോക്കുകയാണ് ബുയ്യ മിഷൻ തന്നെ കേട്ടോ. നമ്മൾ ബുയ്യ അടിക്കാണ്ട് CS ആയിക്കോട്ടെ BR ആയിക്കോട്ടെ നമ്മുടെ റാങ്ക്ഡ് മാച്ച് പ്ലേ ചെയ്യുക. റാങ്ക്ഡ് മാച്ചിൽ മാത്രമൊക്കെ ഇത് ആടാവുക. 3 വട്ടം അടിക്കുന്ന ടൈമിൽ നമുക്ക് റാൻഡമാല ലോഡ് കിട്ടും. നെക്സ്റ്റ് ആയിട്ട് 6 വട്ടം പോയി എടുക്കുന്ന ടൈമിൽ ഗീസ് അവതാറ്. നെക്സ്റ്റ് ആയിട്ട് 9 വട്ടം എടുക്കുന്ന ടൈമിൽ ബാനർ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വരുന്ന 14-ാം തീയതി നമുക്കൊരു ബാഗിൻ്റെ ജെറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ബാഗ് സ്കിന്ന് വരുന്നുണ്ട് പറഞ്ഞില്ല, ഇൻഡിപെൻഡൻസ് ഡേ ഇവൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മിനി ഇവൻ്റ് കൂടി നമ്മൾ FF ൽ പ്രതീക്ഷിക്കുക. അപ്പോൾ എന്തായാലും അത് സ്റ്റാർട്ട് ചെയ്ത ശേഷം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നല്ല വെറുത്താലൊരു ബാഗ് സ്കിൻ തന്നെ പറയാൻ പറ്റും. കിഡിലും തന്നെയൊക്കെ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പുറകിൽ കാണുന്ന ടൈമിൽ സംഭവം അടിപൊളിയാവട്ടെ, നല്ല ലുക്കാവും തോന്നുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ വരുന്ന 14-ാം തീയതി തന്നെ നമുക്ക് മറ്റൊരു മോക്കോ സ്റ്റോർ ഇവൻ്റ് കൂടി നമ്മൾ FF ൽ വരുന്നുണ്ട്, കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യലായ ബാനറാണ് നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കാണും കേട്ടോ. അപ്പോൾ അതിൽ വരാൻ പോകുന്ന 2 കിഡിലേനാല ഓൾഡ് ടൈമിൽ 2 ഫിസ്റ്റ് സ്കിന്നാട്ടോ. നമ്മൾ അച്ചീവറിൻ്റെ ഫിസ്റ്റ് സ്കിന്ന് വരുന്നുണ്ട്. സെക്കൻഡ് ആയിട്ട് നമുക്ക് അതുപോലെ തന്നെ വിൻഡർലാൻഡ് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന ഓൾഡ് ടൈമിൽ ഫിസ്റ്റ് സ്കിന്നാണ് തോന്നുന്നത്, റെഡ് ടൈപ്പ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും പാടെ കൂടുതലൊരു മോക്കോ സ്റ്റോർ ഇവൻ്റ് കൂടി ഈ വരുന്ന 14-ാം തീയതി നമ്മൾ FF ൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു 1100 ഡയമണ്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. കൺഫേം ആയിട്ട് ഇന്നൊരു ഫിസ്റ്റ് സ്കിന്നൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് എടുക്കാവുന്നതാട്ടോ. നല്ലൊരു ഇവൻറ്റ് തന്നെയാണ്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വരാൻ പോകുന്ന മോക്കോ സ്റ്റോർ ഇവൻറ്റിനെ കുറിച്ച്. അപ്പോൾ ഇതാണ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ വരുന്ന 14-ാം തീയതി തന്നെ നമ്മൾ റെമസ്റ്റർ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു ഫ്രീ ഇവൻ്റ് കൂടി നമ്മൾ FF ൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവൻ്റ് വഴി കിട്ടാവുന്ന റിവാർഡ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു കിഡിലനാലൊരു പരാങ് സ്കിന്നാട്ടോ. സംഭവത്തിൽ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ എഫക്റ്റും കാലവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം വെറുതെ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പരാങ് സ്കിന്നും മറ്റുള്ള റിവാർഡ്സ് ഒക്കെ എടുക്കാണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നോക്കണം, ഡാമേജ് എടുക്കാനുള്ള മിഷനകാരം തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര എനിമീസിന് അടിച്ചും കൊണ്ട് ഡാമേജ് എടുക്കുക. ആ ടൈമിൽ നമുക്ക് റിവാർഡ്സ് ക്ലെയിം ചെയ്യുക. നമ്മൾ കില്ല് ചെയ്താലും മതി, ഡാമേജ് ആടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് ശേഷം എങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എടുക്കാമെന്ന് ഞാൻ വീഡിയോ ആയി പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കുറേ ആൾക്കാർ നമ്മുടെ AWൻ്റെ റിംഗ് ഇവൻ്റ് എന്താണ് വരാൻ പോകുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കൺഫേം ആണ്. ഈ വരുന്ന 29. അപ്പോൾ ഈ ആഗസ്റ്റ് മാസം 29-ാം തീയതിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വരാവുന്ന ഗണ്ണ് മെയിനായ ഗണ്ണ് നോക്കുകയാണെങ്കിൽ നമുക്ക് മാഗിൻ്റെ ഒരു കിഡിലോസ് കാലർ ഗണ്ണ് വരുന്നുണ്ട് നമ്മളെ ഈ ബ്ലഡ് മൂൺ തീമിൽ കേട്ടോ. ആട്രിബ്യൂട്ടൊക്കെ നോക്കുകയാണെങ്കിൽ CNN ഡബിൾ ഡാമേജ്, സിംഗിൾ റീലോഡ് സ്പീഡാണ്. അക്രോസ് എന്താണ് മൈനസ് ഉള്ളത് കേട്ടോ, ചെതറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓടാലി നമ്മളെ ബാംബുവിൻ്റെ ഓക്കെ ആ കിഡിലനാല AWൻ്റെ സ്കിന്ന് വരുന്നുണ്ട്. അപ്പോൾ AW ഫാൻസ് ഉണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, എത്ര ആൾക്കാരുണ്ട് നോക്കട്ടെ. അപ്പോൾ അത് വരുന്നുണ്ട് ബാംബു വാരിയർ. ഓക്കെ, കിഡിലൻ സ്കിന്നാട്ടോ, അടിപൊളി സ്കിന്നാണ്, ബെസ്റ്റ് സ്കിൻ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓൾഡാല AWൻ്റെ ഇൻക്യൂബേറ്റർ സ്കിന്നോടും വരുന്നുണ്ട്. അതുപോലെ മാഗിൻ്റെ മെയിനായ ഗണ്ണില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മാഗിൻ്റെ ഓൾഡ് ആയിട്ടുള്ള കുറച്ച് ഗൺ സ്കിന്നോടും വരാനും സാധ്യത ഉണ്ട്. ലെജൻഡറി എഫക്റ്റൊക്കെ സ്കിൻ ഉണ്ടല്ലോ, അപ്പോൾ അതോടും വരാനും സാധ്യത ഉണ്ട് എന്തായാലും വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ഇവൻ്റാണ് നമ്മൾ FF ൽ ഈ വരുന്ന 29-ാം തീയതി നമ്മൾ ഫ്രീ ഫയർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്ര ടോക്കൺസ് ഉണ്ട് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഏകദേശം 250 ടോക്കണിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മാക്സിമം മെയിൻ റിവാർഡ്സിന് എടുക്കാൻ പറ്റും. 250 പോകും തോന്നുന്നില്ല, 225 ഏറിപ്പോയിട്ട് 225 ടോക്കണൊക്കെ ഉണ്ട്. നമ്മുടെ മെയിനായ AWൻ്റെ സ്കിൻ തന്നെ എടുക്കാൻ പറ്റും. അതുപോലെ മെയിനായ മാഗിൻ്റെ സ്കിന്നും എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എന്തായാലും വെയിറ്റ് ചെയ്യുക, വീഡിയോ എന്തെങ്കിലും കിട്ടാൻ ഞാൻ അറിയിക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നെക്സ്റ്റ് ആയിട്ട് കുറേ ആൾക്കാർ കാത്തിരിക്കുന്ന കാരണം തന്നെ നമ്മളെ ന്യൂ ആല മാപ്പിനെ കുറിച്ച്. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ മാപ്പിൻ്റെ ഒരു ജസ്റ്റ് മാപ്പിൻ്റെ ഒരു പിക്ചർ മാത്രമാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ വീഡിയോ ക്ലിപ്പ് തന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്.
നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ മാപ്പിലും മെയിൻ സ്പോട്ടുകളാണല്ലോ, അല്ല ഫുള്ളായിട്ടൊരു മാപ്പ് ആടിയിട്ടുള്ള സംഭവമല്ല കേട്ടോ. നമുക്ക് കാലഹാരിൽ മെയിനായ സ്പോട്ട് കാണാൻ പറ്റും. അതുപോലെ നമ്മൾ ബെർമുഡ മാപ്പിൽ ഒരു പക്ഷേ പീക്കൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഓൾഡ് പീക്കൊന്നും വരാൻ സാധ്യതയില്ല, എന്തെന്നറിയില്ല. നമുക്കിപ്പോൾ കറൻ്റ് നോക്കുകയാണെങ്കിൽ ബെർമുഡ മാപ്പിൽ നമ്മൾ ഓൾഡ് പീക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറൻ്റ് ഉള്ള നമ്മൾ ആ സംഭവമൊക്കെ ഉണ്ടല്ലോ, ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, വലിയ ബിൽഡിങ്. അപ്പോൾ അതൊക്കെ വരാൻ സാധ്യത ഉണ്ടാവും. പിന്നെ മെയിനായ സ്പോട്ടുകൾ, അപ്പോൾ അതൊക്കെ കൂടുതൽ ഒരു മാപ്പിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പാണ് ഒഫീഷ്യൽ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ലോഞ്ച് ചെയ്യുമെന്ന് അറിയില്ല കേട്ടോ. ലോഞ്ച് ചെയ്യുന്ന സംഭവത്തിൽ കിഡിലും തന്നെ കാരണം പീക്കിൻ്റെ കാര്യം കൺഫേം അല്ല കേട്ടോ, ഓൾഡ് പീക്കിൻ്റെ കാര്യം കൺഫേം അല്ല. വെയിറ്റ് ചെയ്യുക, എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ പറയട്ടെ. ഒരു ബ്രോ കമൻറ്റ് ചെയ്താണ്, അതുതന്നെയാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുതന്നെ മാപ്പിൻ്റെ കാര്യം നമുക്കൊരു 100% കൺഫേം ഒന്നും പറയാനായിട്ടില്ല. എന്തായാലും വെയിറ്റ് ചെയ്യുക, നമുക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു 50-50 ചാൻസ് ഒക്കെയാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാൻ, നല്ല അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുക. എന്തായാലും മാപ്പൊക്കെ വരാണെങ്കിൽ എന്തായാലും പ്ലേയേഴ്സിൻ്റെ എണ്ണം, മാച്ചിൽ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ എണ്ണം കൂടുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട, ഞാൻ അറിയിക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഫ്രീ ഫയർ ഇന്ത്യ വന്നാൽ ഓൾഡ് പീക്ക് വരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് മറ്റൊരു ബ്രോ. ഫ്രീ ഫയർ ഇന്ത്യ വരാണെങ്കിൽ പോസിബിളി ചാൻസ് ഒക്കെ ഉണ്ട്, പ്ലേയേഴ്സിനെ ഒന്നുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി, കുറേയധികം പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പക്ഷേ ഓൾഡ് പീക്കൊക്കെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് താൽക്കാലികമായിട്ട്. ഇപ്പോൾ ഫ്രീ ഫയർ ഇന്ത്യയിൽ വരാണെങ്കിൽ നമ്മൾ ഫ്രീ ഫയർ മാക്സിനും വരും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന അറിയില്ല. എന്തായാലും പ്ലേയേഴ്സൊക്കെ ഓൾഡ് പീക്കൊക്കെ വരാണെങ്കിൽ കുറേയധികം പ്ലേയേഴ്സ് വീണ്ടും ന്യൂ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ആയിട്ട് ആഞ്ചലിക്ക പാൻറ്റിനെ കുറിച്ചിട്ടാണ് ഒരു ബ്രദർ കമൻറ്റിൽ കുറേ നാളായിട്ട് ചോദിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ ആഞ്ചലിക്ക പാൻറ്റ് നമുക്ക് വരുന്നുണ്ട്, റിട്ടേൺ ലിസ്റ്റിലുള്ളൊരു ഐറ്റം തന്നെയാണ്. എങ്കിൽ പോലും നമുക്ക് ഈ മന്ത്തോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് വരാനും സാധ്യതയില്ല, മിക്കവാറും പാച്ച് അപ്ഡേറ്റിന് ശേഷം. അപ്പോൾ നമുക്ക് പാച്ച് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 16-ാം തീയതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 16-ാം തീയതിക്ക് ശേഷം വരാനാണ് ചാൻസ് കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും പോസിബിൾ കാണുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യുക, എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് എന്തായാലും അഡ്വാൻസ് സെർവർക്ക് ഓപ്പൺ ആവുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് നല്ല അപ്ഡേറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഡേറ്റ് എന്തെങ്കിലും കിട്ടാൻ അറിയിക്കാം കേട്ടോ. വെയിറ്റ് ചെയ്യല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ അതുപോലെ നമ്മുടെ റഷ് ബോർഡ് ഇവൻറ്റിലൂടെ നമുക്ക് ലൂട്ട് ബോക്സ് ഫ്രീ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റഷ് ബോർഡ് ഇവൻറ്റിലെ ലൂട്ട് ബോക്സ് നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കാണാൻ ആ ബിഗ് സൈസിൽ ആ ലൂട്ട് ബോക്സ് ഉണ്ടല്ലോ, നല്ല എഫക്റ്റ് ഉള്ള ലൂട്ട് ബോക്സ്, ഇപ്പോൾ സെൻറ്ററിൽ കാണുന്ന ലൂട്ട് ബോക്സ്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഫ്രീ ആണോ ചോദിച്ചാൽ ഫ്രീ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കംപ്ലീറ്റ് ഇത് ഫ്രീ ആയിട്ട് കിട്ടാവുന്ന റിവാർഡ്സ് ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമുക്കിവിടെ കാണാൻ സൈഡിലായിട്ട് കുറേ ഷാഡോകൾ, നമുക്ക് ലൂട്ട് ബോക്സിൻ്റെ ചെറിയ ഷാഡോകൾ കാണില്ല. അതുതന്നെ ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമുക്കിതിൽ സി ടയറിൽ ഏകദേശം 7 ലൂട്ട് ബോക്സ് കാണാൻ പറ്റും, ചെറിയ ലൂട്ട് ബോക്സ്. അപ്പോൾ ആ 7 ലൂട്ട് ബോക്സീസ് നമ്മൾ റഷ് ബോർഡിലൂടെ സ്പിന്ന് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 7 ലൂട്ട് ബോക്സീസ് നമ്മുടെ കയ്യിലെത്തുന്ന ടൈമിൽ നമുക്ക് ഇവിടെ വന്നുകൊണ്ട് ഈ ലൂട്ട് ബോക്സ് ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫ്രീ ആണോ ചോദിച്ചാൽ ഫ്രീ അല്ല, അതൊക്കെ ഗെറീൻ്റെ ഓരോ ഉഡായ്പ് പരിപാടി എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ആകെ അവസ്ഥ തന്നെ. എന്തായാലും കുറേയൊക്കെ സ്പിൻ ചെയ്തൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, കുറേയൊക്കെ ഡാമുണ്ട്. ഓക്കെ, എന്തൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നറൂട്ടോ ചാപ്റ്റർ 3 വരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നറൂട്ടോ ചാപ്റ്റർ 1 ആണ് റിട്ടേൺ ഇവൻറ്റിലൂടെ വരാൻ പോകുന്നത്. അപ്പോൾ അത് ഇന്ത്യക്ക് തന്നെ പോസിബിളി നമുക്ക് നെക്സ്റ്റ് നറൂട്ടോ ഇവൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നത്. മാക്സിമം നമുക്ക് ചാപ്റ്റർ 3 തന്നെ വരാനാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ചാൻസ് ഞാൻ പറയുന്നത് എന്തായാലും അതിൻ്റെ വർക്കും കാലം കംപ്ലീറ്റ് ആയിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരുപക്ഷെ നമുക്ക് താൽക്കാലികമായിട്ട് പിടിച്ചു നിൽക്കാണ്ട് നമ്മൾ ഗറീന ഈ നറൂട്ടോ ചാപ്റ്റർ 1 റിട്ടേൺ ഇവൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ചാപ്റ്റർ 1 ഇന്ത്യക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നറൂട്ടോ ഇവൻ്റെ ഭാഗമായിട്ട് മാക്സിമം വരാൻ ചാൻസ് ഉള്ള ന്യൂ ഇവൻ്റ് അല്ല ചാപ്റ്റർ 3 തന്നെ ആയിക്കാറ് കേട്ടോ. എന്തായാലും ചാപ്റ്റർ 2 ഒന്നും വരൂല തോന്നുന്നുണ്ട്. ചാപ്റ്റർ 2 എന്തായാലും റിട്ടേൺ ഇവൻറ്റ് പ്രതീക്ഷിക്കുക. എന്തായാലും നമുക്ക് എന്തായാലും ചാപ്റ്റർ 3ക്ക് ശേഷം ചാപ്റ്റർ 2 വരാനാണ് ചാൻസ് കാണുന്നത്. എന്തായാലും അപ്ഡേറ്റ് കിട്ടാൻ ഞാൻ അറിയിക്കട്ടെ. നമുക്കൊന്നും കൺഫേം ചെയ്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത്. വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നൈറ്റ് ടോം ബണ്ടിൽ വരുമെന്നാണ് ചോദിച്ചില്ല. നമ്മൾ ജോക്കർ ബണ്ടിൽ, ഓൾഡ് ജോക്കർ ബണ്ടിൽ മാജിക് ക്യൂബ് സ്റ്റോറിലൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ ആ ബണ്ടിൽ റിട്ടേൺ വരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ മറ്റൊരു കാര്യം നോക്കുകയാണ്, അത് ഫ്രീ ആയിട്ട് കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. റിട്ടേൺ വരുമ്പോൾ ഫ്രീ ആയിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുമോ വെച്ചാൽ അതിനൊക്കെ സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഒന്ന് മാജിക് ക്യൂബ് സ്റ്റോറിലേക്ക് വന്നാൽ മതി എന്നാണ് ഞാനൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ മാജിക് ക്യൂബ് സ്റ്റോറിലേക്ക് വരാൻ വേണ്ടി കുറേ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അറിയില്ല, എന്തായാലും മാജിക് ക്യൂബ് സ്റ്റോറിലൊക്കെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഈ വരുന്ന 16-ാം തീയതി ഒരു മാജിക് ക്യൂബ് സ്റ്റോർ അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ദീപാവലിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഈ 2 അപ്ഡേറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് ഈ ജോക്കർ ബണ്ടിൽ റിട്ടേൺ വരാനാണ് ചാൻസ് കാണുന്നത് കേട്ടോ.
അപ്പോൾ ഇതിനെക്കുറിച്ച് ന്യൂ ആയിട്ട് വല്ല അപ്ഡേറ്റും കിട്ടുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് നമ്മളെ ചാനൽ വഴി നിങ്ങൾ അറിയിക്കുക കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മൾ FFലേക്ക് അപ്കമിങ് ആയിട്ട് വരാവുന്ന ഇവൻറ്റിനെ കുറിച്ചോ റിട്ടേൺ ആയിട്ട് വരാവുന്ന ഐറ്റത്തിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റും കാലിലൊക്കെയാണ് മാക്സിമം പിക്ക് ചെയ്തുകൊണ്ട് അതിനുള്ള ആൻസർ നമ്മളെ ചാനലിലൂടെ തരുന്നതായിരിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ വീഡിയോ നിർത്താൻ പോകണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിട്ടിയില്ല നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബായ്.